ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് മാർസ് ഫാബ്രിക് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലോത്ത് റിവ്യൂവുമായിട്ടാണ്. നെയ്ത തുണിയിൽ നിന്നാണ് ഫാബ്രിക്കിന്റെ നിർമ്മാണം വരുന്നത്. കൂടുതലും ക്ലോത്തിന് ടിൽ നെയ്ത്ത് ഡയഗണൽ ലൈനുകൾ നൽകുന്നു. മീഡിയം മുതൽ ഹെവി GSM വരെ കനം വരുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് മാർസ് ക്ലോത്ത്. ഇടത്തരം മുതൽ കനത്ത നെയ്ത തുണിത്തരങ്ങളെ വരെ വിവരിക്കാൻ വസ്ത്രവ്യാപാരത്തിന്റെയും പ്രത്യേകിച്ച് ഇന്ത്യയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പേരാണ് മാർസ് ക്ലോത്ത് എന്ന്. മാർസ് ഫാബ്രിക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു ക്ലോത്ത് കൂടിയാണ്. മാർസ് തുണി വ്യാപകമായി ഉപയോഗിക്കുന്നത് പുരുഷന്മാരുടെ ട്രൗസറിലും നോർമൽ പാന്റിലും ടീഷർട്ടിലുമാണ്. അതുപോലെ വ്യാവസായിക ഫാക്ടറി യൂണിഫോമിനും ക്ലോത്ത് ധാരാളമായി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓഫീസ് വസ്ത്രങ്ങൾക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചിലവ് ഫലപ്രാപ്തി കാരണം മൊത്ത വസ്ത്ര വിപണികളിൽ ഇത് പ്രത്യേകിച്ചും മാർസ് ക്ലോത്ത് ജനപ്രിയമായിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെയാണ്. ക്ലോത്ത് മിതമായതും ചൂടുള്ളതുമായ കാലാവസ്ഥകൾക്ക് അനുയോജ്യമാണ്. ദൈർഘ്യമേറിയ ജോലി സമയത്തിനും സുഖകരമാണ് എന്നുള്ള ഒരു പ്രത്യേകതയാണ് മാർസ് ക്ലോത്തിനുള്ള മറ്റൊരു സവിശേഷത. ക്ലോത്തിന്റെ മെയിന്റനൻസ് സെക്ഷൻ എടുത്തു നോക്കിയാൽ മെഷീൻ വാഷ് ചെയ്യാം. ക്ലോത്ത് കൂടുതൽ റെഡ്യൂസ് ആവില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടെ അയൺ ചെയ്യലിന്റെ ആവശ്യവുമില്ല. ഇനി എന്തുകൊണ്ടാണ് മാർസ് ക്ലോത്ത് മൊത്ത വ്യാപാരത്തിൽ ജനപ്രിയമായിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ബജറ്റിന് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ദീർഘ ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ഫാബ്രിക് കൂടിയാണ്. ബഹുജന ഉൽപാദനത്തിന് അനുയോജ്യമാണ്. അതുപോലെ തന്നെ സ്ഥിര ഗുണനിലവാരമുള്ള ഒരു ഫാബ്രിക് കൂടിയാണ് മാർസ് ക്ലോത്ത്. മാർസ് ഫാബ്രിക് എന്നത് പോളിസ്റ്റർ വിസ്കോസ് അധിഷ്ഠിത മിശ്രിത തുണിത്തരമാണ്. അതിന്റെ ശക്തി, മിനുസമാർന്ന ഫിനിഷിംഗ്, അതുപോലെ തന്നെ ദീർഘായുസ് എന്നിവക്ക് പേര് കേട്ടതാണ്. ദൈനംദിന ഉപയോഗത്തിന് വേണ്ടത്ര കടുപ്പമുള്ളതായിരിക്കുമ്പോൾ തന്നെ വൃത്തിയായി കാണപ്പെടാൻ വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ മാർസ് ഫാബ്രിക്കിൽ പോളിസ്റ്റർ മിക്സ് ചെയ്യുന്നത് ക്ലോത്തിന്റെ ശക്തിക്കും പ്രതിരോധത്തിനും വേണ്ടിയാണ്. വിസ്കോസ് റയോൺ മിക്സ് ചെയ്യുന്നത് ക്ലോത്തിന്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ്. മാർസ് ഫാബ്രിക്കിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. മിനുസമാർന്നതും ചെറുതുമായ തിളങ്ങുന്ന ഫിനിഷിംഗിലാണ് ഐറ്റം വരുന്നത്. അതുപോലെ തന്നെ പരുത്തിയെ അപേക്ഷിച്ച് ചുളിവുകൾ കുറവാണ്. തുന്നലിന് ശേഷവും ആകൃതി നന്നായി നിലനിർത്തുന്ന ഒരു ഫാബ്രിക് കൂടിയാണ്. കഴുകാനും പരിപാലിക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൂടിയാണ്. പാൻസ്, യൂണിഫോം, കാഷ്വൽ ട്രൗസർ, ടീഷർട്ട് എന്നിവക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് മാർസ് ഫാബ്രിക്. അപ്പം മുത്തുമണീസേ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഡ്രസ്സുകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ക്ലോത്തിനെ കുറിച്ചുള്ള വലിയ ധാരണ ഒന്നും അധിക പേർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ പലതരം ഫാബ്രിക്കുകളും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാക്കോസ്റ്റ്, അതേപോലെ തന്നെ സെലീന, ഹണികോംബ്, PP ക്ലോത്ത്, ഡോട്ട്നെറ്റ്, ലൈക്ര എന്നിങ്ങനെ പലതരം ക്ലോത്തുകൾ തന്നെ ഉണ്ടായി. ഇതൊക്കെ ടീഷർട്ടിന്റെ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ടുള്ള ക്ലോത്തിന്റെ പേരുകളാണ്. ഷർട്ടിന്റെയും ജീൻസിന്റെയും അതുപോലെ തന്നെ കോട്ടൺ പാന്റിന്റെ ഒക്കെ പേരുകൾ വേറെ ഒരുപാടുണ്ട്. അപ്പൊ മുത്തുമണീസ്, വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.